ഹായ് ഓൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് ടെക്നിക്കൽ PSC ഇത്തവണ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ചില എക്സാംസുകളുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ആയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജൂൺ 16 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പല ആളുകളും അപ്ലൈ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പിന്നീട് ചെയ്യാമെന്ന് മാറ്റിവെക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ടെക്നിക്കൽ PSCയുടെ ഈ അപ്ലിക്കേഷൻസിൽ, അതായത് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുള്ള മികച്ച അവസരമാണ് ഇത്തവണ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 16/7/2025 ആണ്. പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ഉണ്ടാവരുത് അപ്ലൈ ചെയ്തില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു വർഷം നമ്മൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ നിങ്ങളുടെ മുഴുവൻ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഏതൊക്കെ ബ്രാഞ്ചുകാർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ലാസ്റ്റ് ഡേ ടു അപ്ലൈ ആയിട്ട് വരുന്നിട്ടുള്ളത് ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച പോസ്റ്റ് ആയിട്ടുള്ള അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റാണ്. കാറ്റഗറി നമ്പർ 96/2025 ആണ്. അപ്പോൾ ഇനിയും അപ്ലൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇലക്ട്രിക്കലിൽ ഇതിലും നല്ലൊരു അവസരം നിങ്ങൾക്ക് ഇനി ലഭിക്കില്ല എന്ന് മാത്രമല്ല, ഇലക്ട്രിക്കൽ ഇനി ഒരുപാട് നല്ല എക്സാംസുകൾ വരുന്നുണ്ട്. KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ പല എക്സാംസുകൾ ഇനി വരാൻ ചാൻസ് ഉള്ളതുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇലക്ട്രിക്കൽ കഴിഞ്ഞ മുഴുവൻ ഉദ്യോഗാർത്ഥികളും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. അതേപോലെ അടുത്തൊരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലുകാർക്ക് തന്നെയാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റ്. ഇത് ഇലക്ട്രീഷ്യൻ്റെ സെയിം സിലബസ് തന്നെയാണ്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 101/2025 ആണ്. നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, വളരെ ചുരുങ്ങിയ സമയം. ജസ്റ്റ് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക, നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റ് പോലും എടുക്കില്ല. അതുകൊണ്ട് മുഴുവൻ ഉദ്യോഗാർത്ഥികളും, അതായത് ഈ എക്സാം എഴുതാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികളും അപ്ലൈ ചെയ്യുക. ഒരുപക്ഷെ നിങ്ങളുടെ PSC പ്രിപ്പറേഷന് ഏറ്റവും മികച്ച ഒരു തുടക്കമായിരിക്കും ഈ എക്സാംസിലൂടെ ലഭിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ അറിയാതെ പോകരുത്, നിങ്ങളുടെ ഒരു സുഹൃത്തുക്കളും ഈ ഒരു എക്സാം അറിയാതെ പോകരുത്. കഴിഞ്ഞ പല എക്സാംസുകളിലും ഇലക്ട്രിക്കൽ ആളുടെ അപ്ലിക്കേഷൻസ് വളരെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് കോമ്പറ്റീഷൻ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിലുകാരെ സംബന്ധിച്ചിടത്തോളം അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ കാറ്റഗറി നമ്പർ 97/2025. നിങ്ങൾക്കറിയാം, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗസറ്റഡ് പോസ്റ്റാണ്. ഒരു മികച്ച അവസരമാണ് സിവിൽ എഞ്ചിനീയേഴ്സിന് ഈ ഒരു പോസ്റ്റിലൂടെ ലഭിക്കാൻ പോകുന്നത്. അതുകൂടാതെ ലെക്ചർ ഇൻ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് 95/2025 എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും പ്രൊഡക്ഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റാണ്. ലെക്ചർ ഇൻ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് പോളിടെക്നിക്കിലാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. കാറ്റഗറി നമ്പർ 95/2025. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രിക്കലിൻ്റെ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു, സിവിലിൻ്റെ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു, മെക്കാനിക്കലിൻ്റെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. ഫോർമാൻ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർമാൻ പോസ്റ്റിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 98/2025 ആണ് കാറ്റഗറി നമ്പർ ആയിട്ട് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിലും ഇത്തവണ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് 99/2025 ആണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാറ്റഗറി നമ്പർ സഹിതമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ആപ്പിൽ നിങ്ങൾ PSCയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ ഒരു കാറ്റഗറി നമ്പർ അടിച്ച് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെൻറ് സെക്ടറിൽ ഏറ്റവും മികച്ച സേഫ് ആൻഡ് സെക്യൂർ ആൻഡ് സെറ്റിൽ ചെയ്യാൻ പറ്റിയൊരു അവസരമാണ് ഓരോ PSC നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് ഡേറ്റിലേക്ക് മാറ്റിവെച്ച ആളുകളുണ്ട്, പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ച് മറന്നു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിൽ അത്തരം ആളുകൾക്ക് എല്ലാം ഉള്ള ഒരു ലാസ്റ്റ് ഡേ റിമൈൻഡറാണ്. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തെങ്കിൽ മാത്രമേ ഇതേപോലുള്ള കേരള PSC എക്സാംസുകളിൽ മികച്ച റാങ്ക് നേടാൻ സാധിക്കുകയുള്ളൂ. കാര്യം ഒരുപാട് ആളുകൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രിപ്പറേഷൻ ഏറ്റവും എഫക്റ്റീവായിട്ട്, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട്, ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, എൻട്രിയോടൊപ്പം പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് ലാസ്റ്റ് ഡേ ഓഫ് അപ്ലിക്കേഷൻ ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡേറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള, അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷനുള്ള BTech, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ നിങ്ങളുടെ മുഴുവൻ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഡേ ആണ് 16/7 നിങ്ങൾക്ക് ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.